ഹായ് ഓൾ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നും എന്തൊക്കെയാണ് ബോറോ ചെയ്തത് എന്നുള്ള ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിലൊരു പോർഷൻ കണ്ടു. ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എടുത്ത ഒരു പരിപാടിയാണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്നുള്ളത്. അപ്പം നിങ്ങളുടെ അടുത്ത് ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ നമ്മൾ കടമെടുത്തു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്താണെന്ന് അറിയാത്തവർക്ക് ഇത് മനഃപ്പാടമാക്കുന്നതിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കാണും അതെന്തുമായിരിക്കും എന്ന്, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ലിറ്ററൽ മീനിങ് എടുക്കും. ലോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പ്രൊസീജിയർ ആയിരിക്കും, പ്രോട്ടോക്കോൾ ആയിരിക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. അപ്പം ശരിക്കും ഈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുമ്പോൾ അതിനൊരു ഡെപ്ത് ഉണ്ട്. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ പഠിക്കേണ്ട കാര്യമാണ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ. അപ്പോൾ ഇത് രണ്ടും എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പം അതിനുവേണ്ടിയാണ് ഈ ക്ലാസ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബോറോയിങ്സിൻ്റെ ക്ലാസ് തീർക്കുന്നതായിരിക്കും. അതൊരു പാർട്ടായിട്ട് നെക്സ്റ്റ് ചെയ്യാം. അപ്പം ഇപ്പം പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോയും പിന്നെ ഡ്യൂ പ്രോസസ് ഓഫ് ലോയും ഈ രണ്ട് കൺസെപ്റ്റ് എന്താണെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ്? ലെജിസ്ലേറ്റീവാണ്. അതായത് നിയമം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നിയമം പാസ്സാക്കുന്നത്, അതായത് നമ്മൾ ജയിപ്പിച്ചു വിടുന്ന MLA-മാരെല്ലാവരും, അത് ഭരണകക്ഷിയും പിന്നെ ഒപ്പോസിഷനിൽ നിൽക്കുന്നവരും പ്രതിപക്ഷവും ഭരണപക്ഷവും പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നവരും എല്ലാവരും കൂടെ ചേർന്നാണ് നിയമം പാസ്സാക്കുന്നത്. ഇപ്പം നമ്മുടെ ഞാൻ പറയുകയാണെങ്കിൽ മോദി ഗവൺമെൻറ് ഒരു നിയമം കൊണ്ട് വരുവാണെങ്കിൽ അതിൽ ചില നിയമങ്ങൾക്ക് 2/3 അല്ലെങ്കിൽ സ്റ്റേറ്റുകളുടെയൊക്കെ റാറ്റിഫിക്കേഷൻ വേണം. എല്ലാ നിയമങ്ങളും നമ്മുടെ ഭരണപക്ഷത്തിന് ഈസി ആയിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പാസ്സാക്കാൻ പറ്റത്തില്ല. അവർക്ക് എല്ലാവരുടെയും സഹകരണങ്ങൾ വേണം. അപ്പം പ്രതിപക്ഷവും ഭരണപക്ഷവും സ്വതന്ത്രരും അല്ലാത്ത ചെറിയ പാർട്ടികളും എല്ലാവരും തന്നെ ഈ ലോ മേക്കിംഗ് അല്ലെ ലോ പാസ് ചെയ്യുന്ന പ്രോസസ്സിൽ ഭാഗമാണ്. ഇതിനെയാണ് ലെജിസ്ലേറ്റീവ് എന്ന് പറയുന്നത്, നിയമനിർമ്മാണം എന്ന് പറയുന്നത്, ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. ലെജിസ്ലേറ്റീവാണ് നിയമം പാസ്സാക്കുന്നത്. കേന്ദ്രത്തിൽ വരുമ്പോൾ അത് പാർലമെൻറ്റ്, ലോക്സഭ, രാജ്യസഭ. കേരളത്തിൽ വരുമ്പോൾ അത് നിയമസഭ. അപ്പം ലെജിസ്ലേറ്റീവ് എന്താണ്, ലെജിസ്ലേച്ചർ എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. എല്ലാ MLA-മാരും MP-മാരും കൂടിയാണ് നിയമങ്ങൾ പാസ്സാക്കുന്നത്. പാസ്സാക്കുന്നത് അത് മനസ്സിലാക്കുക. അപ്പം പിന്നെ ഇതൊരു ഫാക്ട് ഓർത്തിരിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നിയമം പാസ്സാക്കുന്നത് ലെജിസ്ലേറ്റീവ്, നിയമം നടപ്പിലാക്കുന്നത് ആരാണ്? അല്ലെ പുതിയ പുതിയ നിയമങ്ങൾ പ്രൊപ്പോസ് ചെയ്യുന്നത് നടപ്പിലാക്കുന്നതിനൊക്കെ ഒരു അപ്പർ ഹാൻഡ് ആർക്കാണ്? എക്സിക്യൂട്ടീവിനാണ്. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നതാണ് ആര്? മന്ത്രിസഭ, നമ്മുടെ പ്രധാനമന്ത്രി, പിന്നെ ഒരു പാർട്ടിയിലും ഇല്ലാത്ത പ്രസിഡന്റ്, പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വൈസ് പ്രസിഡന്റ്. ഇവരൊക്കെ എന്തിൽ വരുന്നതാണ്? എക്സിക്യൂട്ടീവിൽ വരുന്നതാണ്. അപ്പം പിന്നെ CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഒക്കെ എക്സിക്യൂട്ടീവിൽ വരുന്നതാണ്. അത് പോട്ടെ, ലെജിസ്ലേറ്റീവായിട്ട് ബന്ധപ്പെട്ട് നിയമനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ഒന്നാണ് എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവിൻ്റെ ജോലി എന്താണ്? നിയമം നടപ്പിലാക്കുക എന്നുള്ളതാണ്. ലെജിസ്ലേറ്റീവ് എന്താണ്? നിയമം പാസ്സാക്കുന്നു, ആ നിയമം നടപ്പിലാക്കുന്നത്. ഒരു ലോ പാസ്സാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല. ആ ലോ നടപ്പിലാക്കണമെങ്കിൽ കുറച്ച് റൂൾസും കുറച്ച് മാനദണ്ഡങ്ങളും ഒക്കെ ഉണ്ടാകണം. അതൊക്കെ പൊതുവെ എക്സിക്യൂട്ടീവാണ് നടപ്പിലാക്കുന്നത്. റൂൾസ്, അത് എക്സിക്യൂട്ടീവ് പവർ എന്ന് പറയും. എന്താണ് എക്സിക്യൂട്ടീവ്? നമ്മൾ ജയിപ്പിച്ച് വിട്ട, ഭൂരിപക്ഷം കൊടുത്ത് ജയിപ്പിച്ച് വിട്ട പാർട്ടി ആയിരിക്കുമല്ലോ ഇത് മന്ത്രിസഭ ഫോം ചെയ്യുന്നത്. അപ്പം മന്ത്രിസഭ ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിട്ട് നമ്മുടെ BJP ഗവൺമെൻറ്റാണ് ഇപ്പം നമുക്ക് ഉള്ളത്. അപ്പോൾ BJP ഗവൺമെൻറ്റിൻ്റെ അകത്ത് മന്ത്രിസഭയുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്. അപ്പം ജയിപ്പിച്ച പാർട്ടി ഫോം ചെയ്ത പ്രധാനമന്ത്രിയുടെ കീഴിൽ വരുന്ന ഒരു മന്ത്രിസഭ നമ്മളെ ഭരിക്കുകയാണ്. അപ്പോൾ ഇവരാണ് എന്തെന്ന് പറയുന്നത്? എക്സിക്യൂട്ടീവ്. ഇവരാണ് ഓരോ നിയമങ്ങൾക്കും അതിൻ്റെ അടിയിലുള്ള മാനദണ്ഡങ്ങളും റൂളുകളും ഒക്കെ ഉണ്ടാക്കുന്നത്. അതാണ് ഈ എക്സിക്യൂട്ടീവ്. ഓരോ നിയമം അല്ലെങ്കിൽ ഇപ്പം ഭരണപക്ഷത്തുള്ള MP-മാരോ അല്ലെങ്കിൽ മന്ത്രിമാരോ ഓരോ നിയമങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ പ്രതിപക്ഷത്തുള്ളവർ അതിൻ്റെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഇതൊക്കെ റെക്ടിഫൈ ചെയ്യുമ്പോൾ ഇവരെല്ലാവരും കൂടെ എന്ത് ചെയ്യും? ആ നിയമം പാസ്സാക്കും. അപ്പോൾ പാസ്സാക്കണമെങ്കിൽ എക്സിക്യൂട്ടീവിന് ആരുടെ കൂടെ ഹെൽപ്പ് വേണം? ബാക്കി പ്രതിപക്ഷ MLA-മാരെ അല്ലെങ്കിൽ MP-മാരെ എല്ലാവരുടെയും ഹെൽപ്പ് വേണം എന്നുള്ളത് ഓർക്കുക. അപ്പോൾ നിയമനിർമ്മാണം ഇങ്ങനെയാണ് പ്രോസസ്സ് എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പം നിയമം പാസ്സാക്കി ലെജിസ്ലേറ്റീവ്, നിയമം നടപ്പിലാക്കാൻ പോകുന്നത് ആരാണ്? എക്സിക്യൂട്ടീവ്. ഇനി ഈ നിയമത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ, ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ആ നിയമത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലാണ് കോടതി പറയുന്നത് എന്ത്? ഈ നിയമം ശരിയല്ല, ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ വിരുദ്ധമാണ്. അതായത് ഒരു നിയമം നിലവിൽ വന്നതിന് ശേഷമാണ് കോടതി പറയുന്നത് എന്ത്? ഈ നിയമം എന്തല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ വിരുദ്ധമാണ് എന്ന്. ഇൻ കേസ് ആ നിയമത്തിൽ
നിയമത്തിന് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ലെജിസ്ലേറ്റീവ് പാസ്സാക്കുന്നു, എക്സിക്യൂട്ടീവ് നടപ്പിലാക്കുന്നു. ആ ഒരു നിയമത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ആവശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹർജിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ സ്വമേധയാ പോലും കോടതിയാണ് ആ നിയമത്തിൻ്റെ വാലിഡിറ്റി എന്ത് ചെയ്യുന്നത്, അളക്കുന്നത്. ആ കോടതി പറയുകയാണ് ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ വിരുദ്ധമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ആ നിയമം എന്തായി പോവും, ഇൻവാലിഡായി പോവും. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായല്ലോ. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോയ്ക്കകത്ത് പറയുന്നത്, ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞു, ആ നിയമത്തിൻ്റെ പേരിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭരിക്കുന്ന ആളുകൾ, നമ്മൾ ഭരിക്കുന്ന ആളുടെ ഒരു വിങ്ങാണ് എന്തെന്ന് പറയുന്നത്, പോലീസ് എന്ന് പറയുന്നത്. നമ്മുടെ ഭരിക്കുന്ന ആരാണോ, ഇപ്പോൾ കേരളത്തിലേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ട്. ആ മുഖ്യമന്ത്രിയുടെ അടിയിൽ വരുന്ന ആഭ്യന്തരത്തിൻ്റെ തൊട്ട് താഴെ വരുന്ന ഒരു സംഭവമാണ് പോലീസ്, ലോ ആൻഡ് ഓർഡർ എന്നുള്ളത്. അപ്പം ഈ ലോ ആൻഡ് ഓർഡർ നോക്കുന്നത് ആരാ, പോലീസാണ്. പോലീസ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവിൻ്റെ ഒരു നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നിയമപാലകരാണ് പോലീസ് എന്ന് പറയുന്നത്. ഈ പോലീസ് ആക്ട് ചെയ്യുന്ന എന്തിലാണ്, ഈ നടപ്പിലാക്കപ്പെടുന്ന നിയമത്തിൻ്റെ പുറത്താണ്. അപ്പം ഒരു നിയമം വന്നു, ആ നിയമം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എക്സിക്യൂട്ടീവ് ഏതെങ്കിലും ഒരു സിറ്റിസണിന് മോശമായിട്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലോ ഒക്കെ ആ നിയമത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ അതെന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ വിരുദ്ധമാണ്. അതായത് എക്സിക്യൂട്ടീവ് സിറ്റിസനെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെന്താണ്, എക്സിക്യൂട്ടീവ് പോലീസിനെ ഉപയോഗിച്ച് ഇവിടുത്തെ സിറ്റിസനെ ഉപദ്രവിക്കുകയാണ്. ഇപ്പം ഞാൻ ഇവിടുത്തെ ഗവൺമെൻറ്റിനെതിരെ പറയുന്നു, അപ്പം ഗവൺമെൻറ്റിന് തോന്നി ഇവളുടെ വായ അടപ്പിക്കണം. അപ്പോൾ ഉടനെ ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്, അവരുടെ തൊട്ട് താഴെ അവരുടെ പവറിലുള്ള പോലീസിനെ വിട്ട് എൻ്റെ പേരിൽ ഒരു കേസൊക്കെ എടുപ്പിച്ച് എന്നെ അകത്താക്കുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പൗരനോട് ഒരു പ്രതികാര മനോഭാവത്തോടെയൊക്കെ പെരുമാറാൻ പറ്റും പോലീസ് ഉള്ളതുകൊണ്ട്. അതിൻ്റെ ഒരു പോലീസിനെ ഉപയോഗിച്ച്, പോലീസ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവിൻ്റെ ഭാഗം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ. അപ്പോൾ ഇത് ഇത്രയും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമത്തെ ദുരുപയോഗം ചെയ്യാൻ എക്സിക്യൂട്ടീവിന് പറ്റും, അല്ലേ? ആ നിയമത്തിൻ്റെ ആ ഒരു ഇൻറ്റൻഷൻ ഒന്നും മൈൻഡ് ചെയ്യാതെ ഒരു പർട്ടിക്കുലർ നിയമത്തിൻ്റെ അടിയിൽ നീ അകത്ത് കിടക്കുന്ന എക്സിക്യൂട്ടീവിനും പോലീസിനും പറയാനുള്ള ഒരു അധികാരമുണ്ട്. അപ്പോൾ ഈ എക്സിക്യൂട്ടീവ് ഭരണത്തിൽ ഇരിക്കുന്നവരാണ് എന്നെ ഉപദ്രവിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, നേരെ കോടതിയിൽ പോകും. കോടതിയിൽ പോകുമ്പോൾ ഇനിയാണ് കഥ മെയിൻ. അപ്പം ഭരണത്തിൽ ഇരിക്കുന്ന ടീം അവരുടെ പവർ ഉപയോഗിച്ച് ഒരു പൗരൻ്റെ അവകാശങ്ങളെ തടയുകയാണ് പല രീതിയിൽ. എക്സിക്യൂട്ടീവ് ഓർഡർ, ഒരു നിയമം ഉപയോഗിച്ച് എക്സിക്യൂട്ടീവ് എന്താ ചെയ്യുന്നത്, ആർബിട്രറി ആക്ഷൻ. അതായത് പ്രത്യേകിച്ച് ആർബിട്രറി ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്കൊരു ആർബിട്രറി ആയിട്ട് അത്ര സത്യസന്ധമല്ലാതെ അങ്ങനെ അങ്ങ് കരുതിയാൽ മതി. എനിക്ക് കറക്റ്റ് അതിന് മലയാളം കിട്ടുന്നില്ല. എനിവേ ആർബിട്രറി ആക്ഷൻ വഴി, ഒരു എക്സിക്യൂട്ടീവിൻ്റെ ആർബിട്രറി ആക്ഷൻ കാരണം ഞാനൊരു പൗര എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ആരുടെ അടുത്തേക്കാണ് പോകേണ്ടത്, കോടതിയുടെ അടുത്തേക്ക്. കാരണം സ്റ്റേറ്റ് നമ്മളുടെ അടുത്ത് നിയമം ഉപയോഗിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് ആകെ ചെന്ന് പറയാൻ പറ്റുന്നത് കോടതിയിലാണ്. അപ്പോൾ കോടതിയാണ് അതിൻ്റെ ബാക്കി വിധികൾ പറയുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരിക്കൽ ഉണ്ടാക്കപ്പെട്ട നിയമം, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു നിയമത്തിൻ്റെ പുറത്ത് എക്സിക്യൂട്ടീവ് ഉപദ്രവിക്കുകയാണെങ്കിൽ, ആ നിയമം എക്സിക്യൂട്ടീവിൻ്റെ കൈകളിലെത്തി എക്സിക്യൂട്ടീവിലുള്ളവരാണ് എന്നെ ഉപദ്രവിക്കുന്നതെങ്കിൽ എനിക്ക് കോടതിയിൽ ചെല്ലാം, കോടതിക്ക് എന്ത് ചെയ്യാം, എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതാണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നിയമം ഉണ്ടാക്കിയതിന് ശേഷമാണ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ചെക്ക് ചെയ്യാൻ പറ്റുന്നത് കോടതിക്ക്. പക്ഷേ ഡ്യൂ പ്രോസസ് ഓഫ് ലോ, ഇവിടാണ് നമ്മുടെ വ്യത്യാസം. ഡ്യൂ പ്രോസസ് ഓഫ് ലോ വരുമ്പോഴത്തേക്കും നിയമനിർമ്മാണത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഇവരെല്ലാം കുറേ പേര് ഇരുന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിയമമല്ലേ അനുഭവിക്കാൻ പോകുന്നത് നമ്മൾ ജനങ്ങൾ. അപ്പോൾ ഈ നിയമത്തിൻ്റെ ഇടയ്ക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കോടതിക്ക് കൈകടത്താൻ പറ്റും. ഈ നിയമം ശരിയല്ല, ഈ നിയമം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത്. നമ്മുടെ ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വിരുദ്ധമാണോ നിയമമെന്ന് തപ്പുന്നത് എപ്പോഴാണ്, കോടതി നിയമം ഉണ്ടാക്കിയതിന് ശേഷമാണ്. ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുമ്പം നിയമം ഉണ്ടാക്കുന്ന പ്രക്രിയയുടെ ഇടയ്ക്ക് തന്നെ കോടതിക്ക് അഭിപ്രായം പറയാൻ പറ്റും. അതായത് അയ്യോ ഇത് ശരിയല്ല, ഈ നിയമം ശരിയല്ല, ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ ശരിയാവത്തില്ല, കാരണം ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ വിരുദ്ധമാണെന്ന് കോടതിക്ക് അവകാശം ഉണ്ട് അത് പറയാൻ. അതാണ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോയ്ക്കകത്ത് എന്താ പറയുന്നത്, എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലാണ് എനിക്ക് കോടതിയുടെ അടുത്ത് ചെല്ലാൻ പറ്റുന്നത്. അപ്പോഴാണ് ഈ നിയമം ശരിയല്ലെന്ന് കോടതി പറയുന്നത്. സിറ്റിസണിന് ഒരു പ്രശ്നം വന്നു, സിറ്റിസൺ അത് കോടതിയിൽ കൊണ്ട് ഉന്നയിക്കുമ്പോഴേ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു നിയമം ഉണ്ടാക്കിയതിന് ശേഷമേ കോടതിക്ക് സ്വമേധയാണെങ്കിൽ പോലും ഒരു നടപടി കോൺസ്റ്റിറ്റ്യൂഷണൽ വിരുദ്ധമാണെങ്കിൽ അത് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഡ്യൂ പ്രോസസ് ഓഫ് ലോയിൽ കോടതിക്ക് ഈ നിയമം പാർലമെൻറ്റിലൊക്കെ ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ നിയമം കോൺസ്റ്റിറ്റ്യൂഷണൽ വിരുദ്ധമല്ല എന്നും പറഞ്ഞുകൊണ്ട് കോടതിക്ക് ആ നിയമത്തിൻ്റെ സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റും. അപ്പോൾ ഇത്ര കാര്യം ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്നത് നിയമനിർമ്മാണത്തിൻ്റെ ഇടയ്ക്കേ കോടതിക്ക് ഇടപെടാം. ഡ്യൂ പ്രോസസ് ഓഫ് ലോയിൽ നിയമനിർമ്മാണത്തിൻ്റെ ഇടയ്ക്ക് കോടതിക്ക് ഇടപെടാം.
പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോയ്ക്കകത്ത് നിയമം ഒരിക്കൽ പ്രാവർത്തികമായതിന് ശേഷമേ ഇത് മോശമാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഇപ്പം നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ഒരു വീട് പണിതു, ഒരു വീട് പണിയുന്നതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിൻ്റെ പണി ശരിയല്ല എന്ന്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ എന്താണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. അതുകൊണ്ട് വീട് പണിത് പൂർത്തിയായതിന് ശേഷമേ നമുക്കതിൽ വിധി പറയാൻ പറ്റത്തുള്ളൂ. ഡ്യൂ പ്രോസസ് ഓഫ് ലോയിൽ പണിതുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലെ എന്ത് ചെയ്യാൻ പറ്റും, പുറത്തു നിന്നുള്ള കോടതിക്ക്, ജുഡീഷ്യറിക്ക് വിധി പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഡ്യൂ പ്രോസസ് ഓഫ് ലോയും പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോയും തമ്മിലുള്ള വ്യത്യാസം. ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷണലി തിരഞ്ഞെടുത്തത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോയാണ്. അത് ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ കടമെടുത്തത്. പിന്നെ പല പല കോടതി വിധികൾ, പല പല കേസുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ AK ഗോപാലൻ AKG വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കേസുണ്ട്. പിന്നെ മനേകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസുണ്ട്. അപ്പോൾ ഈ ഡ്യൂ പ്രോസസ് ഓഫ് ലോ, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന കേസുകൾ ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. കാരണം മേനകാ ഗാന്ധി എന്ന് നമ്മൾ കേട്ട് പഠിച്ചു, അത് നമുക്കറിയാം. AKG നമ്മുടെ സ്വന്തം മലയാളിയാണ്. അപ്പം AKGയുടെ ഒരു കേസിൽ കോടതി പറഞ്ഞത് ഇവിടെ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആണ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു വിധിയാണ് വന്നത്. പക്ഷെ മനേകാ ഗാന്ധിയുടെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും ഡ്യൂ പ്രോസസ് ഓഫ് ലോയും നമ്മുടെ രാജ്യത്ത് ബാധകമാണെന്ന് കോടതി വിധിച്ചു. അതായത് ഇപ്പം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണലി ഫോളോ ചെയ്യുന്നത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആണ്. പക്ഷേ നമ്മുടെ കോടതി എന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷനിലെ ചില ആർട്ടിക്കിളിൻ്റെ അകത്തുനിന്ന് കണ്ടുപിടിച്ചു ഡ്യൂ പ്രോസസ് ഓഫ് ലോയ്ക്കും എന്തുണ്ട്, സാധ്യതയുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്. അപ്പം നമുക്ക് ഈ ഡ്യൂ പ്രോസസ് ഓഫ് ലോയും പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോയും ഇപ്പം ഏകദേശം ഒരേ തട്ടിലാണ് നിൽക്കുന്നതെന്ന് ഓർക്കുക. അപ്പം ഇതിൻ്റെ പ്രത്യേകത നമുക്ക് തോന്നും, എന്നാൽ പിന്നെ ഡ്യൂ പ്രോസസ് ഓഫ് ലോ അല്ലേ ഇത്ര അടിപൊളി, നമുക്ക് എന്താ അത് ഫോളോ ചെയ്താലെന്ന്. അതായത് നിയമം നിർമ്മിക്കുന്നത് ആരാ? നിയമം നിർമ്മിക്കുന്നത് ജനങ്ങൾ എലക്ട് ചെയ്ത ജനങ്ങളുടെ പ്രതിനിധികളാണ് നിയമം നിർമ്മിക്കുന്നത്. ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ഭയങ്കര പവറാണ്. കാരണം ഒരു 10 പേരുണ്ടെങ്കിൽ ആ 10 പേരെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. അപ്പം ജനങ്ങളുടെ ആധിപത്യമാണ് ഇവിടെ മെയിൻ. അപ്പം ജനങ്ങളുടെ ആധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ രാജ്യത്ത് ഇൻഡയറക്റ്റ് ഡെമോക്രസിയിൽ വരുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള 10 പേര് എലക്ട് ചെയ്ത് വിടുന്നത്. ഇപ്പം വാർഡ് മെമ്പർ ആയിക്കോട്ടെ, പ്രസിഡന്റ് ആയിക്കോട്ടെ, പ്രധാനമന്ത്രി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മൾ ജനങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നുണ്ടോ, ജനങ്ങൾ ആ വ്യക്തിയെ പിന്താങ്ങുന്നുണ്ടോ, അതാണ് ഏറ്റവും വലിയ പവർ എന്നുള്ളത് ജനാധിപത്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഒരു എലക്ട് ചെയ്യപ്പെട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ എലക്ട് ചെയ്യപ്പെട്ട കുറേ MP-മാർ എല്ലാവരും കൂടെ ഉണ്ടാക്കുന്ന ഒരു നിയമമാണ്. ആ നിയമത്തിൽ ഡ്യൂ പ്രോസസ് ഓഫ് ലോ വരുമ്പം ജുഡീഷ്യറിയിലുള്ള ആരെങ്കിലും, നമ്മൾ കോർട്ടിലെ ജഡ്ജസിനെ നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത്? അല്ല, കോർട്ടെന്ന് പറയുന്നത് വേറെ തന്നെ സിസ്റ്റമാണ്. അവിടെ ഇലക്ഷൻ ഒന്നുമില്ല. അത് ജനാധിപത്യമായിട്ടുള്ള ഒരു സിസ്റ്റം അല്ല കോടതി എന്ന് പറയുന്നത്. അവിടുത്തെ മെമ്പേഴ്സ്, കോടതിയിലുള്ളവർ ഒരിക്കലും ജനാധിപത്യ രീതിയിലല്ല തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പം ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ചെയ്യുന്ന ഒരു പ്രക്രിയയെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടാത്ത ജുഡീഷ്യറി പോലുള്ളൊരു സെപ്പറേറ്റ് പവർ വന്ന് അതിൽ അഭിപ്രായം പറയാന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാകും. മനസ്സിലായോ? ഡ്യൂ പ്രോസസ് ഓഫ് ലോയുടെ പ്രശ്നം അതാ. അതായത് ജനങ്ങൾ എലക്ട് ചെയ്ത ഒരു ടീം ഒരു വർക്ക് ചെയ്യുമ്പോൾ ജനങ്ങൾ എലക്ട് ചെയ്യാത്ത വേറൊരു ടീം അത് വന്ന് മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ ഈ 2 ടീംസിൻ്റെ ഒരു പവറിൻ്റെ ഒരു ടസിൽ വരും. അപ്പം എപ്പോഴും പ്രാതിനിധ്യം ജനാധിപത്യ രാജ്യത്തെ ആർക്കായിരിക്കും? ജനങ്ങളെ എലക്ട് ചെയ്ത് ജനപ്രതിനിധികൾക്ക് തന്നെയായിരിക്കും. അപ്പം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു വാർഡ് മെമ്പറിനാണെ പോലും അത്രയും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ജനാധിപത്യ രാജ്യത്ത്. അപ്പം അവരുണ്ടാക്കുന്ന ജനപ്രതിനിധികൾ എലക്ട് ചെയ്ത അവരായിട്ട് ഉണ്ടാക്കുന്ന നിയമങ്ങളിൽ ഒരിക്കലും ജുഡീഷ്യറി പോലുള്ള അൺഎലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് കൈകടത്താൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു പവർ ടെസ്റ്റിലും വരും. മാത്രമല്ല അത് ജനാധിപത്യ വിരുദ്ധമാകും. ഇതുകൊണ്ടാണ് നമ്മൾ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. പിന്നെ വേണമെങ്കിൽ പറയാം, ഒന്നാമത് ഇവിടുത്തെ നിയമനിർമ്മാണമൊക്കെ ഭയങ്കര താമസമാണ്. ഇപ്പോൾ ഈ ഡ്യൂ പ്രോസസ് ഓഫ് ലോയും കൂടെ വരികയാണെങ്കിൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട് നിയമനിർമ്മാണം, അല്ലേ? നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു നിയമം ഒരു തരത്തിലുള്ള നിയമങ്ങളും ഉണ്ടാകാതെ വരും. പിന്നെ വേറൊരു പ്രശ്നം, കോടതിയും കൂടെ ഇടപെട്ടൊരു നിയമം ഉണ്ടാക്കിയെന്ന് വെക്കുക. ആ നിയമത്തിന് ഭാവിയിൽ പ്രായോഗികതയിൽ വരുമ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ കോടതിയും കൂടെ ഇടപെട്ടുണ്ടാക്കിയ നിയമം എന്നിട്ടും പ്രശ്നം വരികയാണെങ്കിൽ നമ്മൾ കോടതിയിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ കോടതിയും പ്രതിസ്ഥാനത്ത് ഇൻ ദ സെൻസ് ഇവരെല്ലാവരും കൂടി ഒരു നിയമം ഉണ്ടാക്കി എന്നിട്ടും അത് കോൺസ്റ്റിറ്റ്യൂഷണൽ വിരുദ്ധമാവുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ എവിടെ പോകും? ഇതിപ്പം സാമാജികർ മാത്രം ഉണ്ടാക്കുന്ന ഒരു നിയമം അത് കോൺസ്റ്റിറ്റ്യൂഷണൽ വിരുദ്ധമായി, അതിനെ തിരുത്താൻ നമുക്ക് കോടതിയുണ്ട്. ഇതിപ്പോൾ ഇവരെല്ലാവരും കൂടെ ഉണ്ടാക്കിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ വിരുദ്ധമാവുകയാണെങ്കിലും അതൊരു വിരോധാഭാസമല്ലേ?
അപ്പം ഇതാണ് നമ്മൾ ഡ്യൂ പ്രോസസ് ഓഫ് ലോ തിരഞ്ഞെടുത്തില്ല. US ഒക്കെ ഡ്യൂ പ്രോസസ് ഓഫ് ലോ ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ സംഭവം എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് PSCയിലൊന്നും അങ്ങനെ ഇത് എഴുതിയിട്ടില്ല. പക്ഷേ സാലിയൻ ഫീച്ചേഴ്സിൽ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്നത് നാച്ചുറൽ ജസ്റ്റിസിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിലെ കാര്യങ്ങൾ അതിനെ വിലയിരുത്തുന്നതെന്നും കൂടെ ഓർക്കുക. അത് ജസ്റ്റ് ഒരു ടേമാണ് നാച്ചുറൽ ജസ്റ്റിസ്. അതിന് കുറേ അർത്ഥങ്ങളുണ്ട്. എനിവേ നാച്ചുറൽ ജസ്റ്റിസിൻ്റെ ബേസിസിലാണ് ഡ്യൂ പ്രോസസ് ഓഫ് ലോയിൽ കാര്യങ്ങൾ ഇതിൻ്റെ അതാണ് മാനദണ്ഡം. ഡ്യൂ പ്രോസസ് ഓഫ് ലോ DPLൻ്റെ മാനദണ്ഡം നാച്ചുറൽ ജസ്റ്റിസ് ആണ് ഓർക്കുക. പിന്നെ വേറൊരു കാര്യമുണ്ട്. പല ആർട്ടിക്കിളിലും നമ്മുടെ ജീവനോ റൈറ്റ് ടു ഫ്രീഡം ആണെന്ന് തോന്നുന്നു, റൈറ്റ് ടു ഇക്വാലിറ്റി ഓഫ് ഫ്രീഡമോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. നമുക്ക് എല്ലാത്തിനും ഒരു ഫ്രീഡം ഉണ്ട്. എപ്പം മാത്രം നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ ക്വാളിഫൈഡാണ്, അബ്സല്യൂട്ട് അല്ല. ചോദ്യം വരും, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ക്വാളിഫൈഡ് ആണോ, അബ്സല്യൂട്ട് ആണോ, സാക്രസെൻ്റ് ആണോ എന്നൊക്കെ. ക്വാളിഫൈഡ് ആണ്. കാരണം ഒരു പർട്ടിക്കുലർ ഒരു അറ്റം വരെ, ഒരു എക്സ്റ്റെൻറ്റ് വരെ നമുക്കതുള്ളൂ. നമുക്ക് അബ്സല്യൂട്ട് അല്ല. അബ്സല്യൂട്ട്ലി നമുക്ക് കിട്ടത്തില്ല. 100% ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. അതിന് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചില പിടുത്തമുണ്ട്. നമ്മുടെ പേരൻസ് ഒക്കെ പിള്ളേരെ വളർത്തുന്ന പോലെ. എത്ര ലിബറൽ ആയിട്ടുള്ള ഒരു പേരൻ്റ് ആണെങ്കിലും പിള്ളേരെ ഒരു ചെറിയൊരു പിള്ളേരുടെ കടിഞ്ഞാണ് പേരൻസിൻ്റെ കൈ കാണത്തില്ല. അതുപോലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. പക്ഷേ സ്റ്റിൽ അതിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഒരു ചെറിയൊരു കടിഞ്ഞാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്റ്റേറ്റിൻ്റെയും കയ്യിലുണ്ട്. എപ്പോൾ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, അതായത് നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാത്ത പക്ഷം എനിക്ക് എല്ലാ ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഉണ്ട്. ഇഫ് ഞാൻ നിയമവിരുദ്ധമായിട്ട് ഏതെങ്കിലും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു നിയമം, അതും ഒരർത്ഥമാണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ വരുന്നത്. അതായത് ഞാൻ ഏതെങ്കിലും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നിയമത്തിനെതിരെ പോവുകയാണെങ്കിൽ എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കോംപ്രമൈസ്ഡ് ആവും. അൺലെസ് ഞാൻ ഇതിലൊന്നും ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ, എനിക്ക് നന്നായിട്ട് ജീവിച്ചാൽ, പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ജീവിച്ചാൽ എനിക്ക് എല്ലാ അവകാശങ്ങളും ഉണ്ട്. എന്തെങ്കിലുമൊക്കെ വള്ളിയും കൊണ്ട് വറുക്കുകയാണെങ്കിൽ എന്താ പറ്റുക, എനിക്ക് എൻ്റെ ഈ അവകാശങ്ങൾ കോംപ്രമൈസ്ഡ് ആക്കേണ്ടി വരും. അപ്പം ഇതാണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രേ ഉള്ളൂ. ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യുക. PSC ഒക്കെ ചിലപ്പോൾ കൺസെപ്റ്റ് ചോദിക്കുമ്പം ഇതെങ്ങാനും ചോദിച്ചാൽ നല്ലതായിരിക്കും. നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നവർക്കും അത് ഉപകരിക്കും. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.